പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ ഒരു കോമഡി സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകുന്നത് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നേരെ വീട്ടിലോട്ട് പോകാം. കൊച്ചിൻ ഹനീഫ സലീംകുമാർ ഹലോ കളക്ടർ വന്നു, അങ്ങോട്ട് എത്തിക്കോ. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? നടപ്പ് വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. ഇത് കളക്ടർ സോമസുന്ദരൻ, ഇതാണ് മണവാളൻ. ഞാൻ സെഡ്ജി തമ്മിൽ വർഷങ്ങളുടെ പരിചയ. അതെ, മണവാളൻ പേരാ. ഇതാണ് പയ്യൻ. ഇതാണ് ജയസൂര്യ, ഹരിശ്രീ അശോകൻ, ലാൽ, കുളപ്പുള്ളി ലീല. കൾച്ചറൽസ് ഫാമിലി. കാവ്യ മാധവൻ, ജഗതി ശ്രീകുമാർ, ലാലു അലക്സ്. നമ്മള് തമ്മില് ഇതുവരെ ഒന്നും പരിചയപ്പെടാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പൊ പരിചയപ്പെട്ടില്ലേ, പിന്നെന്താ? ഇദ്ദേഹത്തെ ആ ചെയറിലേക്ക് ഇട്ടു. ഞാൻ ഈ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന്. ആ കാണുന്ന കാസറല്ലേ? അപ്പൊ അതെ, എനിക്ക് സേച്ചോടൊന്ന് സോറി പറയണം. എന്തിന്? ഞാൻ അദ്ദേഹത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ദേഷ്യം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും. എന്ത് മണ്ടത്തരായി പറയുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്ന ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ. വൺ മിനിറ്റ് പ്ലീസ്. ഇങ്ങോട്ട് വരണം. കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോ? എനിക്ക് ദാഹിക്കുന്നില്ല. കഴിച്ചോളൂ, ദാഹിക്കുമ്പോ എനിക്ക് കഴിക്കണ്ടല്ലോ. വലത്തിടത്ത് കയറി ഇരുന്ന് ഇതൊക്കെ മൂടി വെച്ച് ഓരോരുത്തരെ കാവലും നിൽക്കണ്ടല്ലോ. ആരെയും എടുത്തോണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. ബാബാ, സോറി. വേഗം പോ. പേടിയുണ്ട്? പേടിയുണ്ടാ? ഇല്ല. ഒരെണ്ണം താങ്ങിക്കും. ആർക്കിട്ട്? ആ കാണുന്ന സർവത്തിടെ ചെന്ന് രണ്ടെണ്ണം വീശിക്കോ. അതിരിക്കണ്ടെന്ന് കാശ് കൊടുക്കണ്ട. എടോ, അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കിണാപ്പനെ മാറ്റിയിരുത്തിയതാ. കല്യാണ വീടായിപ്പോയി അല്ലേ? ഞാൻ ചവിട്ടി ഇറക്കിയനെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എടു തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. സാറിന്റെ പണി നോക്കിയോ, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തില്ല. വന്ന കാറ് എന്ത് ഒന്നേ വന്നേ. സോറി, വന്നേ. ആ കാറിന്റെ ഡ്രൈവർ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ഇവിടെ നിൽക്കുക, അത്ര തന്നെ. ഹലോ. ഇനി ആ കസേര കയറി ഇരുന്നല്ലേ മുട്ടയാലി എന്തല്ലോ ചോദിക്കാൻ മറന്നുപോയി. കുടിക്കാൻ എന്തെങ്കിലും ആവാം. സോഡ ഒഴിക്കണ, വെള്ളം ഒഴിക്കണ? അതൊന്നും വേണ്ട. ചങ്കുപാടി പോകുമ്പോണ്ടേ ഒരാള്. പ്രസാദ്. അല്ല, എന്റെ മകൻ രമേശ് പ്രസാദ്. ഇവനാണ് ചെറുക്കൻ. അപ്പൊ ആദ്യം ഒരാളെ പരിചയപ്പെട്ടതോ? ആദ്യം പരിചയപ്പെട്ടത് മണവാളൻ, പിന്നെ പരിചയപ്പെട്ടത് പയ്യൻ. അപ്പൊ ഇതോ? ഇത് അയാളുടെ നല്ല അടിപൊളി സീൻ കേട്ടോ. നമ്മൾ ആരാ മനസ്സിലായില്ല. ഞാൻ പയ്യന്റെ ബന്ധുക്കാരൻ. ഏതൊരു മണവാളന്റെ കാര്യം പറഞ്ഞത്? അത് ദുബായിന്ന് ബോംബെ വഴി ധർമ്മേന്ദ്രൻ കൂടെ വന്നില്ലേ? ധർമ്മേന്ദ്രൻ വന്നിട്ടുണ്ടോ? പിന്നെ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ട് ധർമ്മേന്ദ്രൻ ഒന്ന് കാണണമല്ലോ. ധർമ്മേന്ദ്രൻ ഒന്ന് കാണണമല്ലോ. ഇതാണ് ധർമ്മേന്ദ്ര. നിങ്ങളുടെ ദോസ്ത്. തങ്ങളുടെ മനുഷ്യനെ കളിയാക്കാൻ ധർമ്മേന്ദ്രനെ കണ്ടാൽ മനസ്സിലാക്കാൻ കാഴ്ചയുള്ള കണ്ണെനിക്കുണ്ട്. ഇത് നല്ല കൂത്ത്. ഇയാള് പറഞ്ഞത് താൻ ധർമ്മേന്ദ്ര അല്ലെന്ന്. അപ്പൊ ഞാൻ കള്ളപ്പന്നിയാണ് ബോംബെന്ന് വന്നത്. ഏത് കള്ളപ്പന്നിയാണ് പറഞ്ഞത്? കള്ളപ്പന്നി അല്ല, നീ വെള്ളപ്പന്നി. നീ ധാരാവി ധാരാ
ധാരാവി ഞാൻ ധർമ്മേന്ദ്രനല്ലേ നിന്നോട് ആരാടാ പറഞ്ഞത്? മണവാളിന്റെ അച്ഛനാ. മണവാളിന്റെ അച്ഛൻ. മണവാളിൽ ഇത്രയും ഭംഗിയുള്ള എനിക്കറിയില്ല. കണ്ടാ പറയില്ല, ഒരു മാച്ചും ഇല്ല. പിടിച്ചതൊക്കെ മതി. സലീം കുമാറിന്റെ രക്ഷയിലുണ്ട് ഈ പടത്തില്. എന്താ ഇവരെ രണ്ടു പേരും ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിലൊന്നും ഇടുന്നുണ്ട്. കൊച്ചിൻ ഹനീഫയും സലീം കുമാറും. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കിടന്നു കണ്ട് ദുഷ്ടനാണ് ഞാൻ. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണ് അച്ഛൻ. എനിക്ക് ഇങ്ങനത്തെ ഡാഡി വേണ്ട. നിനക്കറിയോ, 3-ാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ കാട്ടിത്തന്നെ തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ മണ്ണമ്മച്ചി. എന്താ ഇവിടെ പ്രശ്നം? ആരാണ് ഇവരൊക്കെ? നല്ല അടിപൊളി സൂപ്പർ ഒരു കോമഡി സീനാണ് നമ്മൾ കണ്ടത്. പുലിവാൽ കല്യാണം സിനിമ സീനാണ് കണ്ടത്. നമ്മുടെ സലീം കുമാറും കൊച്ചിൻ ഹനീഫയും ജയസൂര്യയും ഹരിശ്രീ അശോകനും അതുപോലെ ലാലു അലക്സ് അതുപോലെ നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ഇവരൊക്കെയുള്ള നല്ല അടിപൊളി സൂപ്പർ സീനായിരുന്നു. ഈ ഒരു സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സലീം കുമാറും കൊച്ചിൻ ഹനീഫയും ഹരിശ്രീ അശോകനും ഇവരൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. അതിൽ എടുത്തു പറയേണ്ട 2 താരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ ഹനീഫയും സലീം കുമാറും. ഇവരാണ് ഈ പടത്തിലെ മെയിൻ സ്കോർ ചെയ്ത താരങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇവരാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ പടത്തിനെ തന്നെ മൊത്തത്തിൽ പറയുകയാണ് ഈ പടം ഇത്രയും ഗംഭീരമാകാൻ കാരണം ഇവരുടെ കോമഡി തന്നെയാണ്. അപ്പം ഇത് നല്ല സൂപ്പർ സീനായിരുന്നു. അതുപോലെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, പല സിനിമകളുടെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.